ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഇന്ത്യയിലെ പ്രമുഖ മോഹൻ വീണ വാദകനും പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ ശിഷ്യനുമായ പോളി വർഗീസിന്റെ കലാജീവിതത്തിലെ വിശേഷങ്ങളും അനുഭവങ്ങളും തുടർന്നു കേൾക്കാം ആർട്ട് കഫേയിൽ ഇന്ന്. ഗുരുകുലത്തിൽ താമസിച്ചിരുന്ന സമയത്ത് നമ്മളെ ഈ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പം തബല, മോഹൻ വീണ, പിന്നെ ഹിന്ദുസ്ഥാനി വോക്കൽ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് കിട്ടിയ എക്സ്പോഷറിൽ വേറെ എന്തൊക്കെ പഠനങ്ങൾ സാധ്യമായി? ഗുരുജിയുടെ വീട്ടിൽ ഞാൻ ഫുൾ ടൈം മോഹൻ വീണ തന്നെയായിരുന്നു. പക്ഷേ ഗുരുജിയുടെ വീട്ടിലുള്ള സമയത്ത് സൗത്ത് ഇന്ത്യക്കാരനായ ഒരാൾ ഗുരുജി അഡാപ്റ്റ് ചെയ്യുന്നു. ആ വീട്ടിൽ ഫുൾ ടൈം മ്യൂസിക്കാണ്. വരുന്നതൊരു മുഴുവൻ മ്യൂസീഷ്യൻസ്, കേൾക്കുന്നതെല്ലാം മ്യൂസിക്കിൽ അതൊരു നിമിഷം പോലും അവിടെ ഇല്ല. കയ്യിൽ വന്ന ഇൻസ്ട്രുമെൻ്റൊന്നും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇലക്ട്രിക് ഗിറ്റാറിൽ പാടൊക്കെ ഞാൻ ഹിന്ദുസ്ഥാനി വായിച്ചിരുന്നു. ഞാൻ ബാൻസൂരി പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷേ എന്നെ ലോകം അറിയുന്നത് മോഹൻ വീണയിലായിരിക്കണം എന്ന് ഗുരുജിയുടെ വലിയൊരു പ്രോമിസുണ്ട്. ഗുരുജിക്ക് ഞാൻ കൊടുത്ത പ്രോമിസ്, ദിസ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ, സോ ദിസ് ഷുഡ് ബി യുവർ ബ്രെഡ് ആൻഡ് ബട്ടർ. എനിക്ക് വേറെ ഒന്നും കേൾക്കേണ്ടതില്ല, ഇതെങ്കിലും മാത്രം കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഗുരുജി പറഞ്ഞൊരു ഡയലോഗുണ്ട്, പോളി വർഗീസ് ഈസ് എ സർപ്രൈസിങ് ഡിസൈപ്പിൾ ഓഫ് മീ, മോഹൻ വീണ ഈസ് ഹിസ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഡയലോഗുണ്ട്. അത് മതി എൻ്റെ ലൈഫിലൊരു വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ. മലയാളി ആയതുകൊണ്ട് മാത്രം ഒരുപക്ഷെ കേരളത്തിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടാതെ പോയതായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിൽ അങ്ങനെ അതൊന്നും ഷോ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നടത്തുന്ന മിക്കവാറും ഷോസ് നോർത്ത് ഇന്ത്യയില. കൽക്കട്ടയിലാണെങ്കിലും ഇപ്പോൾ രാജമഹൽ ഫെസ്റ്റിവലിൽ, മൈഹർ ഫെസ്റ്റിവലിൽ ഞാൻ വായിച്ചു കഴിഞ്ഞു. ചെന്നൈയിൽ മിക്കവാറും ഫെസ്റ്റിവലുകളിൽ ജുഗൽബന്ദി, യൂഷ്മാസിനടക്കം കൂടെ ഞാൻ ജുഗൽബന്ദി വായിച്ചിട്ടുണ്ട്. ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവിധ സംഗീത ഉപകരണങ്ങൾ കടന്നു പോകുന്നതെല്ലാം ഈ സംഗീതത്തിന് കൂട്ടാവും. ഞാൻ മോഹൻ വീണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില പ്രോഗ്രഷൻസ് കേൾക്കാം, മൃദംഗത്തിൻ്റെ പ്രോഗ്രഷൻസ് കേൾക്കാം. കാരണം എൻ്റെ ഉള്ളിൽ ആത്യന്തികമായത് കെടുപ്പുണ്ട്. ഞാൻ മോഹൻ വായിക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ എഴുതിയ കവിതകളുടെ ചില ഇമോഷൻസ് കേൾക്കാം. ഞാൻ കേട്ടു വളർന്ന ചില മെലോഡികളുണ്ട് ഇവിടെ, ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ കയറിയ മെലോഡികൾ, അത് കേൾക്കാം. കാരണം ഇത് ഞാനെന്നുള്ള വ്യക്തി രൂപം കൊള്ളുന്നത് ഒരു പ്രദേശത്ത് നിന്നല്ല, ഒരുപാട് ആളുകളുടെയും ഒരുപാട് സംസ്കാരങ്ങളുടെയും ആകത്തുക കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും ഇതിന് ഉപകാരപ്രദമാവും. ഞാൻ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും, എൻ്റെ പ്രണയം, എൻ്റെ കാമം, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ റിലേഷൻഷിപ്സ്, ഞാൻ വായിച്ച പുസ്തകങ്ങൾ എല്ലാം കൂടി ചേർന്നതാണ് ഞാൻ എന്നുള്ള സാധനം. അതെൻ്റെ മ്യൂസിക്കായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. വളരെ അപൂർവമായി കാണാനോ കേൾക്കാനോ സാധ്യതയുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ. അപ്പോൾ മോഹൻ വീണയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. മോഹൻ വീണ എന്നാണ് പലരും, മലയാളികൾ മോഹന വീണ എന്ന് പറയാറ്. മോഹൻ വീണ എന്നാണ് എൻ്റെ ബഹുമാന്യനായ ഗുരു പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് രൂപകൽപ്പന ചെയ്തൊരു ഇൻസ്ട്രുമെൻ്റാണ്. അദ്ദേഹത്തിൻ്റെ വളരെ യങ് പ്രായത്തിലാണ് ഈ സാധനം ഇൻവൈറ്റ് ചെയ്യുന്നത്. 500 വർഷത്തെ സംഗീത പാരമ്പര്യമുള്ള കുടുംബം അത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വോക്കൽ പഠിക്കാൻ വന്നൊരു ലേഡിയുടെ കയ്യിൽ ഒരു ഗിറ്റാർ കണ്ടിട്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസാണ്. അങ്ങനെ ആ ഇൻസ്ട്രുമെൻറ്റിന് ഇൻഫ്ലുവൻസ്, ഇത് 5 സംഗീതോപകരണങ്ങളുടെ കോമ്പിനേഷനാണ്. സരോദ്, സിത്താർ, സാരംഗി, സന്തൂർ, ഹവാൻ ഗിറ്റാർ. ഇതിൽ ടോൺ കേൾക്കുകയാണെങ്കിൽ ഇപ്പോൾ സിത്താറിൻ്റെ ടോൺ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സരോദിൻ്റെ ടോൺ കേൾക്കാൻ പറ്റും. ഹവാൻ ഗിറ്റാറിൻ്റെ കൂടെ കോഡ്സ് ഉണ്ടാക്കാൻ പറ്റും. സന്തൂറിൻ്റെ സ്ട്രമ്മിങ് കിട്ടും. സാരംഗിയുടെ സസ്റ്റെയിനാണ്, ഭയങ്കര സസ്റ്റെയിനാണ്. അങ്ങനെ 5 സംഗീതങ്ങളുടെ കോമ്പിനേഷനാണ് ഈ ഇൻസ്ട്രുമെൻറ്റ്. ഇമോഷനെ ഇത്രയധികം ഗംഭീരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേറൊന്നുമില്ല. ആദ്യകാലങ്ങളിൽ 20 തന്ത്രികളാണ് ഉണ്ടായിരുന്നത്, തരഫ് അടക്കം. ഇതിൽ ഈ സാധാരണ ഇൻസ്ട്രുമെൻറ്റിൽ, ഈ ഗിറ്റാറിൽ തരഫ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഗുരുജിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിന് ആ രീതിയിൽ കംപ്ലീറ്റ്ലി ഇന്ത്യനൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് എ ഇന്ത്യനൈസ്ഡ് സ്ലൈഡ് ഗിറ്റാർ എന്ന് പറയാം മോഹൻ വീണ.
ഇപ്പോൾ ഇതിൽ 28 തന്ത്രികളുണ്ട്, 2 ഞാൻ കൂട്ടിച്ചേർത്തതാണ്. ഞാൻ ദ്രുപത് വായിക്കുന്നത്, ഞാൻ ഗുണ്ടച്ച പ്രദേശത്തിൽ ദ്രുപത് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദ്രുപത് വായിക്കാനായിട്ട് ബേസ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇപ്പോൾ ഈ സ്ട്രിങ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ പഠിച്ച് വളരാൻ പറ്റിയ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? 4 പേരല്ലേ? 4-5 പേരെ ഉണ്ടായിട്ടുള്ളൂ. മോഹൻ വീണയിൽ എൻ്റെ ഗുരുവുണ്ട്, ഞാനുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷെ അവരൊന്നും അത്ര സജീവമല്ല. ലോകം അറിയപ്പെടുന്ന ഞങ്ങൾ 3 പേരെ മാത്രമാണ്. മറ്റൊന്ന് ഗുരുജിയുടെ മകനായതുകൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന 56 രാജ്യങ്ങൾ കഴിഞ്ഞു. ഇതിനോടൊരു ഇഷ്ടം തോന്നി ആർക്കെങ്കിലും പഠിക്കണം എന്ന് തോന്നിയാലും വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ദേ ഷുഡ് ഡെഡിക്കേറ്റ് ലോട്ട്. 10 വർഷം മിനിമം എടുത്തു ഒരു നോർമൽ സൗണ്ട് ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഇതിന് ഫ്രെട്ടില്ലാത്തതുകൊണ്ട് തലച്ചോറിലാണ് നമ്മുടെ സംഗീതം കിടക്കുന്നത്. അപ്പോൾ നിക്കൽ സ്ട്രിങ്സാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് മച്ച് ടൈം. അല്ലെങ്കിൽ ഔട്ട് വരും ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വായിക്കുന്നതുകൊണ്ട് ഈ സസ്റ്റെയിൻ ഉണ്ടാകുന്ന പ്രാക്ടീസിൽ ഉണ്ടാക്കിയെടുക്കുന്ന സസ്റ്റെയിനാണ്. ആ പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു റോഡിൻ്റെ കൺട്രോൾ ഉണ്ടാക്കുക. ആദ്യമായിട്ടൊരു റോഡിൻ്റെ കൺട്രോളുണ്ട്. 10 വർഷം മിനിമം എടുത്തു നോർമൽ സൗണ്ട് ഉണ്ടാകാനായിട്ട്. അത്രയും ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടോ? നമ്മുടെ കാലഘട്ടത്തിൽ വളരെ യൂത്ത് ഫെസ്റ്റിവൽ വായിക്കണം, കോമ്പറ്റീഷന് വായിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ കേൾക്കുന്ന ബ്യൂട്ടിയൊന്നും പ്രാക്ടീസിലുണ്ടായിരുന്നില്ല നമ്മളൊന്നും. ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആദ്യത്തെ 5 വർഷം സരിഗമ പതിനിസ സനിതപ്പ മകരിസ എന്ന് വിളംബ കാലത്തിൽ മാത്രമേ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. കാരണം അത് പിച്ച് പ്രൊഡക്ഷന് വേണ്ടി അത് എൻ്റെ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുത്തു. എന്ന് വെച്ചാൽ പണ്ട് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള ആലാപന രീതിയിൽ നിന്ന് മാറി പ്രോഗ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാറി ഇതിന് വേറെ ഇമോഷണൽ പാറ്റേണിലേക്ക് മാറ്റിയെടുക്കും, സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് ആണെങ്കിൽ നമ്മൾ ഈ സ്ഥാനത്ത് ഹിന്ദുസ്ഥാനി അങ്ങനെയല്ല. ഈ സാധനം പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു നോട്ട് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത നോട്ടിലേക്ക് പോകാൻ നമുക്ക് ഇഷ്ടം പോലെ സമയം കൊടുക്കുക എന്നുള്ളതാണ്. നീത പദ നിസ രീസ സാധനം ഇതന്നെ വേറെ വായിക്കാം. ഈ ഒരു വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പ്രാക്ടീസിലൂടെയാണ്. അപ്പോൾ ആദ്യകാലത്ത് ഞാൻ സരിഗമ പതിനിസ ഇത് വിളംബകാലത്തിൽ ഇനിയും വിളംബത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കുറേ വർഷം. അപ്പോൾ നോട്ട് ശ്രുതി അക്യുറസി പെർഫെക്റ്റ് ആവും. നമ്മുടെ ചിന്തകൾ, കാരണം നമുക്ക് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടും. നമ്മുടെ മൊത്തത്തിൽ സ്ട്രാറ്റജി മാറും. മ്യൂസിക്കിലേക്കുള്ള ഇമോഷണബിളി അപ്രോച്ച് ചെയ്യും. അത് എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്. എൻ്റെ ക്യാരക്ടർ മാറുന്നതിൽ, ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിലൊക്കെ. ആത്യന്തികമായി എല്ലാം സൗണ്ട് ആൻഡ് സൈലൻസ് ആണ്. പക്ഷേ ഇമോഷൻ എന്നുള്ള സാധനം എനിക്ക് ഫീൽ ചെയ്തത് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നാണ്. കർണാടകയിലും ഹിന്ദുസ്ഥാനിയിലും ഉള്ള രാഗങ്ങളുണ്ട്.
അപ്പം ഒരേ പേരാണെങ്കിലും അവർ തമ്മിലുള്ള സിമിലാരിറ്റീസോ ഡിഫറൻസസോ അത് എക്സ്പ്ലോർ അത് ചെയ്യാലോ. ചാരുകേശി രണ്ടിലും ഉണ്ടല്ലോ. ചാരുകേശി മേളകർത്ത രാഗമാണ്. ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ ചാരുകേശി ഹിന്ദുസ്ഥാനിൽ വരുമ്പോൾ മാറും. ഇതാണ് ഹിന്ദുസ്ഥാനി. അപ്പം ഞാൻ ഹിന്ദുസ്ഥാനി വായിക്കാം. കൂടുതൽ ഇമോഷണബിളായിട്ട് ഫീൽ ചെയ്യുന്നത്. എല്ലാ നോട്ടും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും അനുഭവിച്ച ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം അതൊക്കെ ഒരു നോട്ട് ഈ നോട്ടിലെത്തി, രീതിയിലെത്തി, വീണ്ടും താഴോട്ട് പോയി വീണ്ടും മറ്റു നോട്ടുകളൊക്കെ ടച്ച് ചെയ്ത് വീണ്ടും രീതിയിലേക്ക് വരുന്നു, പിന്നെ വേറെ ഇടത്തൊക്കെ ടച്ച് ചെയ്ത് രീതിയിലേക്ക് വരുന്നു. കാരണം രീതിയെ മൊത്തത്തിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കണക്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാ നോട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും. പമഗ പമദ പമഗരിക എന്നാണ് വായിക്കുന്നത്. ഇപ്പോൾ ഇമോഷനായി സ്പേസ് കൊടുക്കുന്നിടത്തു നിന്നാണ് ഒരു ബഹളം എന്നുള്ള എലമെന്റ് മൊത്തത്തിൽ മാറ്റിയിട്ട് അതിനൊരു ഡിവോട്ടീവ് ആയിട്ടുള്ള എലമെന്റിലേക്ക് കൊണ്ട് മാറ്റുകയാണ്. ഓരോ നോട്ടിനും അതിൻ്റെതായ സാധ്യതകൾ കൊടുക്കുന്നു, ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പോലെ, അവരുടേതായിട്ടുള്ള പ്രൈവസി കൊടുക്കുന്നത് പോലെ ഓരോ നോട്ടിനും അതിൻ്റെതായ ആത്മാവുണ്ട്. അതാണ് മ്യൂസിക്കിൻ്റെ അടിസ്ഥാനം എന്ന് ഹിന്ദുസ്ഥാനി വിശ്വസിക്കുന്നു. കർണാട്ടിക് മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് വേറെ പ്രോഗ്രഷൻ ബേസിസാണ് പോകുന്നത്. കംപ്ലീറ്റ് മാത്തമാറ്റിക്കൽ പ്രോഗ്രഷൻസാണ് കൂടുതലും. അത് തബല സോളോ കേൾക്കുന്നതും പ്രധാനമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഗായകി എന്നൊരു സമ്പ്രദായമുണ്ട്. ഗായകി ആൻഡ് തന്ത്രകാരി. തന്ത്രകാരി എന്ന് പറഞ്ഞാൽ പ്രോഗ്രഷനാണ്, ഇൻസ്ട്രുമെൻസിൻ്റെ ടെക്നിക്കൽ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പീഡ് ടെക്നിക്സ് ചെയ്യുന്ന സാധനമാണ്. തന്ത്രകാരി പാടുന്നത് പോലെ, ഗായകൻ്റെ തൊണ്ടയിലെ വോക്കൽ ഇമോഷണൽ പോലെയാണ് ഗായികി. മോഹൻ വീണ ഫോളോ ചെയ്യുന്നത് ഗായികയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഒരൊറ്റ നോട്ടിൽ, ഒരൊറ്റ പ്ലക്കിങ്ങിൽ എത്ര നോട്ട് വായിക്കാൻ പറ്റുന്നോ അതാണ് ഗായികി. എക്സാമ്പിളായിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വായിക്കുകയാണ്. ഞാനിത് മറിച്ച് ഗായിക സമ്പ്രദായത്തിൽ വായിക്കണം. സെയിം നോട്ടാണ് വായിച്ചിരിക്കുന്നത്. ഇതാണ് ഗായികി, ഇമോഷനാണ് ഗായികി. കൂടുതൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷണലായിട്ടുള്ള അപ്രോച്ചാണ്, വൈകാരികത ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതാണൊരു മനുഷ്യ ജീവിതത്തിലെ അടിസ്ഥാനം തന്നെ, മനുഷ്യനുള്ള ബന്ധവും. കാരണം ഈ വായിക്കുന്ന ആൾ
കേൾവിക്കാരനുമായിട്ട് സംവദിക്കുകയാണ്. ആത്യന്തികമായിട്ട് ഇദ്ദേഹവുമായിട്ട് ആർട്ടിസ്റ്റ് ഹിംസെൽഫ് ടു കമ്മ്യൂണിക്കേറ്റ്. അയാൾക്ക് ഫീൽ ചെയ്യാത്തൊരു സാധനം കേൾവിക്കാരന് ഫീൽ ചെയ്യില്ല. തന്നോട് തന്നെയുള്ള ഒരു ആത്മഭാഷണമായി മാറുക കല എന്നുള്ളതാണ്. അത് പിന്നീട് താൻ നിൽക്കുന്ന ഇടത്തെ ആളുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യപ്പെടും. കാരണം തന്നോട് തന്നെയാവുന്നത് കൂടിയാണ് മറ്റുള്ളവർ കൂടിയാവുന്നത്. തന്നോട് തന്നെ നീതി പുലർത്തുക. കല ആത്മഭാഷണമാകുമ്പോൾ അത് വൈകാരികതയാവുകയും അത് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതുകൊണ്ടാണ് കലാകാരന്മാരൊക്കെ വളരെ സെൻസിറ്റീവ് ആവുന്നത്. നിങ്ങളൊരു സാധനം കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കരയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കുള്ളിൽ നല്ലൊരു മനുഷ്യൻ ഒളിഞ്ഞെടുപ്പുള്ളതുകൊണ്ടാണ്. കല നിങ്ങളെ കൂടുതൽ കൂടുതൽ മാനവികതയിലേക്ക് ഉയർത്തും. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും മോഹൻ വീണ വാദകനുമായ പോളി വർഗീസ് അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലെ വിശേഷങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചതാണ് ഇതുവരെ ആർട്ട് കഫേയിൽ കേട്ടത്. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണ സഹായം സുധർമ്മ. ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.